മനുഷ്യർ ഭൗതികമായ കാര്യങ്ങൾ വരുമ്പം ഏറ്റവും നല്ല അതോറിറ്റിയാണ് ഞാനതിൽ സമീപിച്ചതെന്ന് അഭിമാനത്തോടെ പറയും. ഈ ബിൽഡിങ്ങിൻ്റെ ആർക്കിടെക്ട് ഇത് നമ്മൾ ഏൽപ്പിച്ചത് ഏറ്റവും നല്ല ഫേമിനെയാണ്. നമ്മൾ ലീഗൽ കൺസൾട്ടൻറ്റ് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന വക്കീലാണ് എന്നൊക്കെ അഭിമാനത്തോടെ പറയും. എന്നാൽ അത് നേരെ ദീനി വിഷയങ്ങളിൽ പോലും ഇപ്പോൾ ഹദീസ് ഇത് ബുഖാരിയുടെ ഹദീസാണ്. അതുപോലെ ഖിറാത്ത് ഏതൊരാളും നമ്മുടെ നാട്ടിലൊക്കെ ഫാത്തിഹ ഓതിയാൽ ആരുടെ ഖിറാത്താണെന്ന് ചോദിച്ചാൽ അറിയുന്നവർ പറയും ഇത് ആസിമിൻ്റെ ഖിറാത്താണ്, ഹഫ്സിൻ്റെ നിവേദനമാണെന്ന് പറയും. എന്നാൽ ഫിഖ്ഹിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫിഖ്ഹിൻ്റെ ആധികാരിക ഇമാമുകൾ, ലോകം മുഴുവൻ അംഗീകരിച്ച ഇമാമുകൾ, ഇമാം അബു ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഞങ്ങൾ അവരെ പിൻപറ്റുന്നില്ല, ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ പഠിക്കും എന്നൊക്കെ പറയും. ബാക്കി എല്ലാത്തിലും അവരതിൻ്റെ അതോറിറ്റി ആശ്രയിക്കുന്നു. ഇവിടെ എത്തുമ്പോൾ ഇവർക്ക് ഇതെന്താണെന്ന് അറിയാത്തത് കൊണ്ട് സ്വന്തമായിട്ട് ചെയ്യുന്നൊക്കെ പറയാണ്. ഇപ്പോൾ ഇവിടെ ഞാനിപ്പം ഷാർജയിലെ ഖാസിമ യൂണിവേഴ്സിറ്റിയുടെ പുസ്തകം വാങ്ങി. അതിൽ UAE-യിലുള്ള സ്റ്റേറ്റുകളുടെ ചരിത്രം പറയുന്നുണ്ട്. അബുദാബി, ദുബായ് സ്റ്റേറ്റുകളിൽ കാനൽ ഖളാഉ യഅ്തമിദു അലൽ മദ്ഹബിൽ മാലിക്കി മദ്ഹബ് അനുസരിച്ചാണ് കോടതികൾ നീങ്ങിയിരുന്നത്. മറ്റ് സ്റ്റേറ്റുകളിൽ ഷാർജ, റഅസുൽ ഖൈമ, ഉമ്മുൽ ഖുവൈൻ, ഫുജൈറ, അജ്മാൻ ഇവിടെ ഹംബലി മദ്ഹബിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. പിന്നെ ഇതൊരു രാജ്യമായി മാറി പല വിഷയങ്ങളും കോടതികളിൽ പല വിഷയങ്ങളും ഒരൊറ്റ നിലപാട് സ്വീകരിക്കേണ്ടി വരുമ്പം അവിടെയും കാണാം പ്രഥമമായിട്ട് പരിഗണിക്കുന്നത് മാലിക്കിയാണ്. ഈ 4 മദ്ഹബുകളുടെ വിവരണം പറയാണ്. ഒന്ന് മാലിക്കി, ശേഷം ഹംബലി, പിന്നെ ഷാഫിഈ, ഹനഫി എന്ന ക്രമത്തിൽ. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ മദ്ഹബിൻ്റെ ആധികാരികത ബോധ്യപ്പെടാൻ വേണ്ടിയാണ്. ഇത് ഏതെങ്കിലും നാട്ടിൽ ഏതെങ്കിലും സംഘടന ഉണ്ടാക്കിയതല്ല, മറിച്ച് മുസ്ലിം ലോകത്തെ ആധികാരിക മദ്ഹബുകൾ ഇതായിരുന്നു. ഇപ്പോൾ ഫത്വ വെബ്സൈറ്റ് നോക്കിയാൽ കാണാം, അറബിയിലും ഇംഗ്ലീഷിലും കൊടുത്തത് കാണാം. ഞങ്ങൾ മാലിക്കികളാണ്, ഇബാദത്തിൽ മാലിക്കി മദ്ഹബാണ് ഉദ്ധരിക്കുക, ഇടപാടുകളിൽ മറ്റു മദ്ഹബുകളിൽ നിന്നും ജനങ്ങൾക്ക് ഇളവുകളുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും. അപ്പം ഈ ഒരു ചരിത്രം കണ്ടപ്പം ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. മദ്ഹബിനെ പിൻപറ്റിയാലും മുബ്തദിയാകും എന്നൊക്കെ പറയുന്നവർ മുസ്ലിം ലോകത്തെക്കുറിച്ച് ഒരറിവും ഇല്ലാത്തവരാണ്, ഫിഖ്ഹിൻ്റെ ഇമാമുകളെ അറിയാത്തവരാണ്.